ബെയിലി പാലം കടന്ന മുണ്ടക്കയിലാണ്. മുണ്ടക്കയിൽ നമ്മുടെ പ്രതിനിധി ദിവിഷ് ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പാലത്തിനിപ്പുറത്ത് ചൂരൽമലയിലാണ്. അവിടെ നമ്മൾ നേരത്തെ ദിവിഷും മറ്റുള്ളവരൊക്കെ നമ്മൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ വേദന തിന്നുന്ന വാർത്തകളായിരുന്നു കുറേ ദിവസങ്ങളായി നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും തിരച്ചിൽ തുടരേണ്ട സാഹചര്യമാണുള്ളത്. കാരണം പല ആളുകൾ, നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകളെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. അങ്ങനെ കുടുംബങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ കാണാതായ 2 പേർ, അവർ വീട് നിൽക്കുന്ന സ്ഥലം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമാണ്. 2 പേരുണ്ട്, രഞ്ജിത്ത്, ഇപ്പം തന്നെ അജയ്. ചേട്ടാ, ഇവിടെ വീട് ഉണ്ടായിരുന്നതാണ്? വീട് അവിടെ ഉണ്ടായത്. വെള്ളം ഒഴുകുന്ന അവിടെയാണ് വീടുണ്ടായത്. എന്താ വെച്ചാൽ അമ്മ വരാൻ വേണ്ടി നിന്നായിരുന്നു. നിങ്ങളുടെ അമ്മ? എൻ്റെ അമ്മ, ഭാര്യൻ്റെ അമ്മ. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ 2 ദിവസം മുമ്പ് പോയത്. അമ്മ വരാൻ പറഞ്ഞതായിരുന്നു. അന്ന് വരാൻ പറ്റിയില്ല. അന്നത്തെ ആ രാത്രിയാണ് അമ്മൻ്റെ വീട് പോയത്. ഇതുവരെ ബോഡി എത്ര പേര് ആ വീട്ടിലുണ്ടായിരുന്നു? ആ വീട്ടിൽ 2 ആൾ, അമ്മയും അമ്മൻ്റെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നത്. അനിയത്തിനെ കിട്ടി, ഇവരെ കണ്ടെത്തി. അനിയത്തിനെ കിട്ടി. അമ്മേനെ ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് 8 ദിവസമായി, ഇതുവരെ കിട്ടിയിട്ടില്ല. വീട് കിട്ടിയിട്ട് ആകെ 1 മാസമായിട്ടുള്ളൂ. നല്ല വീടാണ്. വീട്ടിൽ കൂടിയിട്ട് 1 മാസമായിട്ടുള്ളൂ. ലൈഫിൻ്റെ കിട്ടിയിട്ട് ഒരു വീടൊക്കെ വെച്ച് കൂടിയാണ്. പഞ്ചായത്തിലെല്ലാം അറിയുന്നതാണ്. ഇവിടുത്തെ ലീഗിൻ്റെ ആൾക്കാരൊക്കെ ആയിരുന്നു. അവരമ്മയ്ക്കും വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിരുന്നു. അവരാൾക്കാരെല്ലാം കൂടിയിട്ടാണ് അമ്മയ്ക്ക് ഒരു വീടൊക്കെ വെച്ച് കൊടുത്തത്. ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ സ്ഥിതി? ഇവിടെ എല്ലാം ഈ കാണുന്നവിടൊക്കെ വീടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. പുഴ ആ സൈഡിൽ കൂടെ ഒഴുകിയിരുന്നത്. ഇപ്പോൾ പുഴ വീടുന്ന സ്ഥലത്ത് കൂടെയാണ് പുഴ ഒഴുകുന്നത്. തൊട്ടടുത്ത വീടുകളൊക്കെ ഒരു സ്ഥലത്ത് ഷാജഹാൻ എന്ന് അറിയും, അതിൻ്റെ ഇപ്പുറത്ത് നസീമ അറിയും. അവരൊക്കെ പോയി. അവരെ മോനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അവളെ മാത്രം ഇന്നലെ കിട്ടിയത്. പിന്നെ എൻ്റെ തൊട്ട് താഴെയും പിന്നെയും കുറേ വീടുകളുണ്ടായിരുന്നു. കുഞ്ചാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അങ്ങനെ അറിയാം. അവരൊന്നും കിട്ടി. അവരതിൽ ആരൊക്കെ കിട്ടിയെന്നൊന്നും അറിയില്ല. അമ്മയുടെ അനിയത്തിനെ എവിടുന്ന കിട്ടിയത്? സ്കൂളിൻ്റെ അവിടെ നിന്നാണ് താഴ്ന്നത്. സ്കൂളിൻ്റെ അവിടെ നിന്ന് അമ്മൻ്റെ അനിയത്തിനെ കിട്ടിയത്. അമ്മനെ ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത്. ഒരു ഐഡിയ ഇല്ല. അവർക്ക് 3 പെൺകുട്ടികളാണ്. അവരൊക്കെ വീട്ടിൽ വല്ലാത്തൊരവസ്ഥയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ് ഇപ്പോൾ അങ്ങനെ വന്നത്. അപ്പോൾ ഏതാണ് എവിടം വരെ തെരഞ്ഞിട്ടെത്തിയെന്നൊന്നും അറിയില്ല. കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ തെരഞ്ഞ് കിട്ടുമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. വീട്ടിൽ എത്ര ദിവസമായിരുന്നു, വീട്ടിലേക്ക് പോകാനേ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. എല്ലാവരും കാണുന്നത് അങ്ങനെയാണ്. നിങ്ങളൊക്കെ എവിടെ കഴിയുന്നത്? ഞങ്ങളിപ്പോൾ നെല്ലിമുണ്ടാണ്. നമ്മളെ പോരി കഴിഞ്ഞിട്ട് നെല്ലിമുണ്ട മേപ്പാടുന്ന ഒരു 1.5 കിലോമീറ്റർ ഇപ്പുറം അവിടെയാണ് ഇപ്പോൾ ഉള്ളത്, താമസിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വലിയ ദുരന്തമാണുണ്ടായത്. കുറേ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ശ്രീതത. ഏതായാലും കൂടുതലുള്ള ബന്ധുക്കൾക്കൊക്കെ വലിയ ആശ്വാസം നിങ്ങൾ നൽകണം, കരുത്ത് നൽകണം. അതിനുള്ള എന്നുവെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ ഇന്ന് വന്നതാണ്. എന്താ സ്ഥിതി അറിയാൻ വേണ്ടി. ഫുള്ള് ഹോസ്പിറ്റലാണ്. അമ്മൻ്റെ ബോഡി ഇന്ന് കിട്ടും, നാളെ കിട്ടും പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. പക്ഷെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അതിനിപ്പോൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഒന്നും ഒരു ഐഡിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. കാരണം ഇന്ന് പ്രത്യേക സംഘമൊക്കെ ഉൾപ്രദേശത്തൊക്കെ പോയി തിരയുന്നുണ്ട്. കിട്ടട്ടെ എന്ന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. അവരെ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യണമെങ്കിൽ ഇപ്പോൾ അവരെ ബോഡി കിട്ടിയാലും കിട്ടില്ല, നമുക്ക് 16 ആകുമ്പോഴേക്കും നമ്മളിത് സംബന്ധിച്ചോളം നമ്മളെ ഇതിനനുസരിച്ച് നമുക്ക് ചെയ്യണം. എന്തായാലും ബോഡി കിട്ടണം, അത്രയും ആശ്വാസം. ബോഡി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയെന്നല്ലോ എന്നുള്ള ആശ്വാസം. എന്നാലും വീട്ടുകാരൊന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ബോഡി. മോത്തി, ഈ തിരച്ചിൽ ഊർജിതമാക്കേണ്ടത് എത്രത്തോളം ആവശ്യകതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ശ്രീതട്ടൻ്റെ വാക്കുകൾ. അവരുടെ ഭാര്യയുടെ അമ്മയാണ്. 1 മാസം മുമ്പാണ് പുതിയ വീടുണ്ടാക്കി വീട്ടിൽ കേരൽ ചടങ്ങൊക്കെ നടത്തിയത്. അതിനുശേഷം ബന്ധുക്കളൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നു. അമ്മ കഴിഞ്ഞ ദിവസം ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ 2 ദിവസം മുൻപ് ഈ വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കൂടി വീട്ടിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വീട്ടിൽ നിന്നതാണെന്നാണ് ശ്രീത്ത് പറയുന്നത്. ഏതായാലും ഇവിടെയൊക്കെ നിരവധി വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ് അത്. ഇപ്പോൾ നമുക്ക് ഈ കുത്തൊഴുകി പോകുന്ന ഈ വെള്ളത്തിൻ്റെ മറുകരയിൽ ഇപ്പോൾ സേനാംഗങ്ങളെ കാണാം. NDRFും ഒപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ കേരള സംഘമാണെന്നാണ്. അവരവിടെ ഈ പ്രദേശം, ഈ തോട്ടം മേഖലയിൽ ഈ പരിശോധന കാര്യമായി നടക്കുന്നുണ്ട്. കാരണം ഈ കുത്തിയൊഴുകുന്ന വെള്ളത്തിലും ഈ കല്ലിലും മരത്തിലുമൊക്കെ അടിച്ച് ആരെങ്കിലും ശരീരങ്ങൾ ഈ തോട്ടത്തിലേക്ക് അവിടെ പെട്ടുപോയിട്ടുണ്ടോ, തോട്ടത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള പരിശോധന നടത്തിയിരുന്നു. ഇന്നും സമാനമായ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. മടങ്ങി വരാം. കാരണം ഇന്നും കാര്യക്ഷമമായി തന്നെ തെരച്ചിൽ നടക്കുകയാണ്.